ഗൈസ് നമുക്കിപ്പോൾ 2 പീരീഡ് ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ കേക്ക് കഴിക്കാൻ പോവാണ്. എൻ്റെ കൂടെ ഉള്ളത് ഇത് തെരേസ് ഉണ്ട്. തെരേസും ഞാനും കൂടെ ക്യൂട്ടിപ്പയിൽ കേക്ക് കഴിക്കാൻ പോവാണ്. നമുക്ക് പോവാം. ബൈ. അപ്പോൾ ഗൈസ് നമ്മൾ ചീസ് കേക്ക് മേടിക്കാൻ വന്നിട്ട് അത് കിട്ടിയില്ല ഇതുവരെ. നമ്മളിപ്പോൾ ഒരു ബ്ലൂബെറിയും റെഡ് വെൽവെറ്റും അഡ്ജസ്റ്റ് ചെയ്തു. ബ്ലൂബെറിയാണ് ഇപ്പോൾ തെരേസും ഞാനും കൂടെ കഴിക്കുന്നത്. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. അവന്മാർക്ക് ബ്ലൂബെറി ആയിരുന്നു ഇഷ്ടപ്പെട്ടത്, പക്ഷേ എനിക്ക് റെഡ് വെൽവെറ്റാണ് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത്. അത് അടിപൊളിയായിരുന്നു. ഞാനൊരു ഇൻവേർട്ടർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഓഡിയോ കൊടുത്തത്. അവിടെ നിന്ന് എനിക്ക് പറയാൻ ഭയങ്കര മടിയായിരുന്നു. ഞാനത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ മണ്ടത്തെ ബ്ലൂബെറി പോലെ ഇങ്ങനെ കിടക്കുന്നതൊക്കെ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ കൊള്ളായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ റെഡ് വെൽവെറ്റ് കഴിച്ചു. റെഡ് വെൽവെറ്റ് ഞാൻ കുറച്ച് എക്സ്പ്രഷനൊക്കെ ഇടാൻ പറഞ്ഞു. അപ്പോഴാണ് ഇങ്ങനെ ഭയങ്കര സ്ലോ മോഷനിലൊക്കെ എടുത്ത് കഴിക്കുന്നത് നിങ്ങൾ കാണുന്നത്. സാധനം കൊള്ളായിരുന്നു. പക്ഷെ പറഞ്ഞു ഈ റെഡ് വെൽവെറ്റ് ആണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ഒഴിച്ചിട്ട് അടിപൊളിയായിരുന്നു. എൻ്റെ പൊന്നൊന്നും പറയാനില്ലായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് അവർക്ക് ബ്ലൂബെറി ആയിരുന്നു ഇഷ്ടപ്പെട്ടത്. എന്നാലും എൻ്റെ ഫേവറേറ്റ് റെഡ് വെൽവെറ്റ് ആണ്. ഈ പ്രേമൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ തൊട്ട് എന്താല്ലേ നമ്മളെ കേക്കൊക്കെ കഴിച്ചു. നമ്മള് കേക്കൊക്കെ കഴിച്ചു. നമ്മൾ തിരിച്ചു പോവുക. അപ്പൊ ജാനൊരു ക്രിസ്മസ് ഫ്രണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന് ഗിഫ്റ്റ് മേടിക്കാൻ പോവാ. അവിടെ പോയിട്ട് ബാക്കി ഞങ്ങൾ പിന്നെ ഗിഫ്റ്റ് മേടിക്കാൻ സ്മാർട്ട് പോയിന്റിലാണ് പോയത്. തെരേസ് അവിടെ എന്താ എസ്തറ്റിക് ആയിട്ട് ഫോട്ടോ എടുത്ത് തരാൻ വേണ്ടി അവൻ്റെ ഹെയർ കളറൊക്കെ പിടിച്ചേക്കുന്നുണ്ട്. ജാനാണെങ്കിൽ അവിടെ ആ ബ്രഷ് അവൾക്ക് പണ്ടുണ്ടായിരുന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങളിങ്ങനെ അവിടെ കുറേ ഗിഫ്റ്റൊക്കെ തപ്പിയപ്പോൾ തെരേസ് ഈ ക്രിസ്മസ് പാപ്പയായിട്ട് വന്നതിനാണ് 200 രൂപ. പിന്നെ ഞങ്ങളതവിടെ വെച്ചിട്ട് പോയി. പിന്നെ അവളെ ക്യൂട്ടായിട്ട് സാധനം കണ്ടപ്പോൾ ഇതെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങളതവിടെ വെച്ചിട്ട് പോയി. അപ്പോൾ പിന്നെ തെരേസ് അവിടെ വേറെ സാധനങ്ങളൊക്കെ തപ്പിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി. ബസ് കയറി പോകാൻ ഓർത്ത് നടന്നു പോകാനുള്ള ശേഷിയില്ല. ഒട്ടുക്കത്തെ വെയിലായിരുന്നു. കയറിയ ബസ്സാണെങ്കിൽ അടിപൊളിയായിരുന്നു. ഭയങ്കര പാട്ടും നല്ല എൻജോയ് ചെയ്ത് കുറച്ച് ദൂരം ഉള്ളു. എന്നാലും നമുക്ക് എൻജോയ് ചെയ്തൊക്കെ പോകാനൊക്കെ പറ്റി. നല്ലതായിരുന്നു. നല്ലൊരു ദിവസമായിരുന്നു. കോളേജ് എത്തിയപ്പം ഇനി അതിൻ്റെ അകത്ത് കയറി ഇരിക്കണം. ഇവിടെ പപ്പ മരച്ചോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പപ്പ മരച്ചോട്. ആളൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ പോകാമെന്ന് വിചാരിച്ചു. കാണുന്നിടത്താണ് ഇരിക്കാൻ വിചാരിച്ചത്. പക്ഷേ പിന്നെ ഞങ്ങൾ പോയി അവിടെ നിന്ന് ഗ്രൗണ്ടിൽ പോയി ഇരിക്കാമെന്ന് ഓർത്ത്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് കുർക്കുറയൊക്കെ മേടിച്ചു. കണ്ടോ, ഇതാണ് ഞങ്ങളുടെ വിശാലമായ ഗ്രൗണ്ട്. അവിടെ ധ്യാനം വരുന്നുണ്ട്. അതിൻ്റെയാണ് ഈ സെറ്റപ്പൊക്കെ. പിന്നെ കണ്ടോ, തെരേസും പോയി ജാനും പോയി. രണ്ടുപേരും അവിടെ പോയി എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി. ഗൈസ് ഞാൻ എന്ത് ചെയ്യാനാ, അല്ലെങ്കിൽ ഞാൻ എല്ലാം പിന്നെ പോട്ടെ. ഞാനും പിന്നെ അവരുടെ കൂടെ പോയിരുന്ന് ഞങ്ങൾ 2 പേരും കൂടെ ഞങ്ങൾ 3 പേരും കൂടെ അവിടെ ഇരുന്ന് കുർക്കുറൊക്കെ കഴിച്ചു. എൻ്റെ ഓറഞ്ചാണ് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വെച്ചതാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഇങ്ങനെ ഓരോരുത്തരുടെ കുറ്റമൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഓരോന്നൊക്കെ കഴിച്ചോണ്ടിരുന്നു. കൊള്ളായിരുന്നു. ഞാൻ കണ്ടിട്ട് വെച്ചിരിക്കുന്നത്. ബൈ.